ഹേയ് സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ വാർത്തകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ മിറാഷ് എന്ന സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജിത്തു ജോസഫാണ്. സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമ നമുക്ക് എന്തായാലും തിയേറ്ററിൽ 19-ാം തീയതി കാണാം. അപ്പോൾ നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. സിനിമയ്ക്ക് എല്ലാവിധ ആശംസകൾ. അടുത്തൊരു റിപ്പോർട്ടാണ് നമ്മുടെ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നമ്മുടെ ദുൽഖർ ഒരു അഭിമുഖം കൊടുത്തായിരുന്നു. അതിൽ ദുൽഖർ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ മമ്മൂക്ക ഇനി അവർ ചോദിച്ച ഒരു ചോദ്യത്തിലാണ് നമ്മുടെ മമ്മൂക്ക ഇനി വരുമോ എന്നുള്ളത്, നമ്മുടെ ലോകയുടെ മറ്റു പാർട്ടുകളിലൊക്കെ. അപ്പോൾ ദുൽഖർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ മമ്മൂട്ടിയെ കൺവിൻസ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് അറിയാലോ മമ്മൂട്ടിയുടെ സിനിമ സെലക്ഷൻ, അപ്പോൾ അത് കൺവിൻസ് ചെയ്യാൻ ഇത്തിരി പാടാണ്. അപ്പോൾ എന്തായാലും മൂത്തൻ്റെ സാന്നിധ്യം മറ്റ് സിനിമകളിലൊക്കെ ഉണ്ടാവട്ടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ധനുഷിൻ്റെ ഇഡ്ഡലിക്കട എന്ന സിനിമയാണ്. സിനിമയുടെ 3rd സിംഗിൾ നാളെ 11 മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണത് ഒക്ടോബർ 1-ാം തീയതിയാണ്. നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിലും പലരും ചോദിച്ചിരുന്നാണ് നമ്മുടെ വിജയ് സിനിമയിലൊക്കെ വരുമെന്ന്. വിജയ് അപ്പോൾ സിനിമ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ഇന്ന് പറയാനുള്ള വിജയുടെ ഒരു റിലീസിനെ പറ്റിയാണ്. ഖുഷി എന്ന സിനിമ നമ്മുടെ SJ സൂര്യ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ഈ സിനിമ നമ്മുടെ റിലീസ് ചെയ്യാണ് സെപ്റ്റംബർ 25-ാം തീയതി. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദൃശ്യം 3നെ പറ്റിയാണ്. അപ്പോൾ ഇന്നൊരു ഹാപ്പി ബർത്ത്ഡേ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റാണിയുടെ. അപ്പോൾ ദൃശ്യം 3 ഈ വർഷം ഉണ്ടാവുമെന്ന് എല്ലാവരും ഒരു ഡൗട്ടുണ്ട്. ദൃശ്യം 3 ഈ വർഷം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം അടുത്ത 2026-ലായിരിക്കും ദൃശ്യം 3 വരാൻ പോകുന്നത്. കാരണം ഈ വർഷം മോഹൻലാലിൻ്റെ വൃഷഭയുണ്ട്. അപ്പോൾ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് തുടങ്ങണുള്ളൂ, പക്ഷേ അത് തീരാൻ കുറച്ച് ടൈം എടുക്കും. ദൃശ്യം 3 അടുത്ത വർഷം ഇറങ്ങാനുള്ള ചാൻസ് ഞാൻ പറയാൻ കാരണം പല ഭാഷകളിലെ സിനിമ ഒരുമിച്ച് റിലീസ് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. കാരണം മലയാളം ആദ്യം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹിന്ദിയിലൊക്കെ അവരുടെ ദൃശ്യം 3 ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ കാണുന്നത് കുറവായിരിക്കും. കാരണം അപ്പോൾ തന്നെ നമ്മുടെ സിനിമ OTTയിൽ റിലീസ് ചെയ്ത് അവർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സോ അങ്ങനെ അവർക്ക് ഒരു നഷ്ടം വരുത്താണ്ടിരിക്കാൻ സിനിമകളൊക്കെ ഒരുമിച്ചാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും 2026-ൽ റിലീസ് ചെയ്യാൻ ചാൻസ് എന്ന് ജിത്തു ജോസഫ് പറഞ്ഞത്. സെപ്റ്റംബർ 19-ാം തീയതി വേറൊരു സിനിമ OTT റിലീസ് ചെയ്യേണ്ട ഒരു തമിഴ് സിനിമയാണ് ഷുഗർലെസ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വാർത്ത. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസും അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.